നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നവരാണോ? റീൽസിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വന്ന കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കവർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതിൽ എഡിറ്റ് കവറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കവർ പേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുമാത്രമല്ല നമുക്കിവിടെ ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും കാര്യങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് കവർ പേജ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തത് നമ്മളിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇവിടെ എഡിറ്റ് വീഡിയോ എന്നിട്ടുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു വീഡിയോയുടെ ടൈം ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. താഴത്ത് നോക്കുകയാണെങ്കിൽ കട്ട് സൈലൻസ് എന്നിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ എവിടെയെങ്കിലും സൈലൻസ് ആയിട്ടുള്ള പാട്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ആ ഒരു വീഡിയോയുടെ ലെങ്ത് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുമാത്രമല്ല മൾട്ടിപ്പിൾ സോങ്സ് നമുക്ക് ആഡ് ചെയ്യാനുള്ള പുതിയൊരു ഫീച്ചറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ എഡിറ്റിൽ പോയിട്ട് ഒരു ഓഡിയോ ആഡ് ചെയ്യുന്നു. ആഡ് ഓഡിയോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അടുത്ത സോങ്ങും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇങ്ങനെ ഒരു വീഡിയോയിൽ തന്നെ നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ സോങ്സ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ കൂടെ ചെയ്തോളൂ.